Hi everyone. So today I want to talk a little bit about what is AI. AI എന്താണെന്നും പിന്നെ അതിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ചും ബേസിക്സ് ഒന്ന് ജസ്റ്റ് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഈ സെക്ഷനിൽ. സോ ടുഡേ മെയിൻലി വെൻ യു ടോക്ക് അബൌട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇപ്പം നമ്മുടെ ഏറ്റവും എല്ലാവരും കേൾക്കുന്ന ഒരു ടേമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പക്ഷെ അതിനെക്കുറിച്ച് ബേസിക്സ് ഒന്ന് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കവർ ചെയ്യുകയാണ്. So I am Dr. Ebin Jos, a scientist from RWTH Aachen University, Germany. So I did my doctorate and postdoctorate both from Aachen. So now I am working a little bit remotely on cancer research and then trying to give lecture series. So AIയുടെ ഹിസ്റ്ററി നോക്കാൻ, ട്രെയിനിങ് എ മോഡൽ ബൈ വിച്ച് വി ആർ ഏബിൾ ടു ടീച്ച് എ മോഡൽ വിത്ത് പാറ്റേൺസ് ആൻഡ് വി നീഡ് ട്രെയിനിങ് ടെസ്റ്റ് ആൻഡ് വാലിഡേഷൻ ഡാറ്റ. സോ ബേസിക്കലി ഒരു മോഡൽ എന്നത് ബേസിക്കലി സംതിങ് ലൈക്ക് എ സെറ്റ് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക് വിച്ച് ക്യാൻ ബി ടോട്ട് വിത്ത് പാറ്റേൺസ്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ പോലെ തന്നെയാണ്. ഹ്യൂമൻ ബ്രെയിനിൽ നമ്മൾ എപ്പോഴും കാണുന്ന പാറ്റേൺസ് ആണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതായത് പുതിയതായിട്ട് വരുന്ന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പല തവണയാണ് ഒരു കുഞ്ഞിനോട് ഇതൊരു ഓട്ടോറിക്ഷയാണെന്ന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അത് ഓട്ടോറിക്ഷ എന്ന് അത് പഠിക്കുന്നത്. അല്ലാണ്ട് ഒരിക്കലും ആ കുട്ടിക്ക് അത് തിരിച്ചറിയാൻ പറ്റും. സോ അതേപോലെ തന്നെയാണ് മെഷീൻസും. സോ ബേസിക്കലി മെഷീനെ വി ആർ ഗിവിങ് ഡാറ്റ. അപ്പോൾ നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രെയിൻ, ടെസ്റ്റ് ആൻഡ് വാലിഡേഷൻ അങ്ങനെ മൂന്നായിട്ട് ഡാറ്റനെ തിരിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ബേസിക് ഹിസ്റ്ററിയുടെ ഒരു ഇവല്യൂഷനാണ്. 1950 തൊട്ട് 1970 വരെ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന കൺസെപ്റ്റ് ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. പിന്നെ 80s തൊട്ട് 2010 ആയപ്പോഴേക്കാണ് മെഷീൻ ലേണിംഗ് വന്നത്. പിന്നെ ഇപ്പം കൂടുതലായിട്ടും ഡീപ്പ് ലേണിങ്ങിൻ്റെ ഹിസ്റ്ററി ഉള്ളത്. സോ ഞാൻ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞു നമ്മൾ ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്യണമെന്ന്. അപ്പം നമുക്ക് മെഷീൻ ലേണിങ്ങിൻ്റെ ബേസിക് ഐഡിയയിൽ നമുക്ക് ഈ ഡാറ്റ മെഷീൻ ലേണിംഗ് മോഡലിലേക്ക് വരുന്നു. അതിനുശേഷം മോഡൽ ഇൻ്റലിജൻ്റായി മാറുന്നു. ട്രെയിൻഡ് മോഡലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ട്രെയിൻഡ് മോഡലിലേക്ക് നമ്മൾ പുതിയൊരു ഡാറ്റ കൊടുത്തു കഴിയുമ്പോൾ അത് നെറ്റ്വർക്ക് പ്രഡിക്ഷനായിട്ട് തരുന്നു. സോ ബേസിക്കലി ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമ്മൾ ആദ്യമായിട്ട് കുറേ ലേബിൾഡ് ഡാറ്റ ട്രെയിനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നു. അതായത് മെഷീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലേബിൾഡ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇമേജ് കൊടുക്കുമ്പോഴും നമ്മൾ പറയുന്നു ഇത് ഡോഗാണ്, ഇത് ഫ്രോഗാണ്, ഇത് ക്യാറ്റാണ് എന്ന്. അപ്പോൾ നമ്മൾ മോഡലിലേക്ക് ലേബിൾഡ് ഡാറ്റ പാസ് ചെയ്യുന്നു. ഇപ്പോൾ ക്യാറ്റ്, ഫ്രോഗ്, ഡോഗ് ആണ് ഇതിൻ്റെ ലേബിൾസ്. അതും പാസ് ചെയ്യും, ലേബിൾഡ് ഡാറ്റയും പാസ് ചെയ്യും. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാറ്റ് ക്യാറ്റ് ക്യാറ്റ്, ഈ ഇമേജ് വരുമ്പോൾ എപ്പോഴും അത് മെഷീനോട് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ക്യാറ്റാണ്, ഇത് ക്യാറ്റിൻ്റെ ഇമേജാണ്. പിന്നെ ഡോഗിൻ്റെ ഇമേജ് വരുമ്പോൾ എപ്പോഴും മെഷീന് അത് പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ഡോഗിൻ്റെ ഇമേജാണ്, ഇത് ഡോഗിൻ്റെ ഇമേജാണ്. ഫ്രോഗിൻ്റെ ഇമേജ് വരുമ്പോൾ മെഷീൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും ഇത് ഫ്രോഗിൻ്റെ ഇമേജാണ്, ഇത് ഫ്രോഗിൻ്റെ ഇമേജാണ്. അതിന് മോഡലിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം മോഡൽ ബിക്കം ഇൻ്റലിജൻറ്റ്. അപ്പോൾ ഇൻ്റലിജൻറ്റ് ആയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് ഡാറ്റ കൊടുക്കും. ടെസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാറ്റിൻ്റെ ഒരു ഇമേജ് കൊടുത്തു കഴിയുമ്പം നെറ്റ്വർക്ക് എന്താ പ്രെഡിക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കും. അപ്പോൾ ക്യാറ്റിൻ്റെ ഒരു പുതിയ ഇമേജ് നമ്മൾ നെറ്റ്വർക്കിലേക്ക് കൊടുക്കുമ്പോൾ അത് ക്യാറ്റിൽ നിന്ന് തന്നെ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പഠിക്കുന്ന ഒരു പോയിന്റിലാണ് നമ്മൾ മെഷീനെ ഇൻ്റലിജൻ്റ് ആയി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഡോഗിൻ്റെ ഇമേജ് കൊടുത്തു കഴിയുമ്പം ഇത് ടെസ്റ്റ് ഡാറ്റയാണ്. ഡോഗിൻ്റെ ടെസ്റ്റ് ഇമേജ് കൊടുത്തു കഴിയുമ്പം അത് ഡോഗ് എന്നത് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സീ ഇറ്റ് ബിക്കെയിം ഇൻ്റലിജൻറ്റ്. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രെയിനിങ് കർവും ടെസ്റ്റ് കർവും മെഷർ ചെയ്യും. ട്രെയിനിങ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇറ്ററേഷൻ കഴിയുമ്പോഴും എത്രത്തോളം അത് ട്രെയിൻ ചെയ്തു എന്നുള്ളൊരു ഇവാല്യൂഷനാണ്. അപ്പോൾ ട്രെയിനിങ് എറർ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം, ടെസ്റ്റ് എററും കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അങ്ങനെ ഒരു മോഡലാണ് ഐഡിയലി മെഷീൻ ലേണിംഗ് സെൻസിൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഇത് പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇവാലുവേഷൻ പാരാമീറ്ററാണ് ട്രെയിൻ ആൻഡ് ടെസ്റ്റ് കർവ്. അതുകൂടാതെ ആക്യുറസിയുടെ കർവുണ്ട്. ആക്യുറസിയുടെ കർവിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്യുറസി അതിനനുസരിച്ച് കൂടിക്കൂടി വരണം. നമ്മുടെ പ്രഡിക്ഷൻ്റെ ആക്യുറസി കറക്റ്റ്നെസ് കൂടിക്കൂടി വരണം നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ കൂടെ. അതും വേറൊരു ഇവാലുവേഷൻ മെത്തേഡാണ്. പിന്നെ നമ്മൾ AI ഏതൊക്കെ സിനാരിയോസിലുണ്ട് എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. മെഷീൻ ലേണിംഗ് യൂസിങ് സാമ്പിൾ ഡാറ്റ ടു train computer programs to recognize patterns based on algorithms. That is one important sector. Then neural networks, computer systems designed to imitate the neurons in a brain. So that is neural networks. Then natural language processing, the ability to understand speech as well as understand the analyze documents. So speech related കാര്യങ്ങളാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് വരുന്നത്. Then robotics, മെഷീൻസ് ദാറ്റ് ക്യാൻ അസസ് പീപ്പിൾ വിത്തൗട്ട് ആക്ച്വൽ ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ അതാണ് റോബോട്ടിക്സിൻ്റെ ഏരിയയിൽ വരുന്നത്. സോ
ടുഡേ ഐ വാണ്ട് ടു ടോക്ക് ലിറ്റിൽ ബിറ്റ് അബൌട്ട് ജനറേറ്റീവ് എ ഐ. ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പം ജനറേഷൻ ഓഫ് ഡാറ്റ ഫോർ അൽഗോരിതമിക് ട്രെയിനിങ് ആണ്. പുതിയ ഡാറ്റേനെ എങ്ങനെ ജനറേറ്റ് ചെയ്യാം എ ഐ വെച്ചിട്ട് എന്നുള്ളതാണ് ജനറേറ്റീവ് എ ഐയിൽ വരുന്നത്. ദെൻ റിയലിസ്റ്റിക് ഫിലിം ഡബ്ബിംഗ് ആൻഡ് ക്വാളിറ്റി റിസ്റ്റോറേഷൻ ഓഫ് ഓൾ മീഡിയ, ഏർലി റെറ്റിനോപ്പതി ഡിറ്റക്ഷൻ ആൻഡ് ഇംപ്രൂവിങ് പ്രോസ്തറ്റിക് ലിം ക്വാളിറ്റി, ഇതൊക്കെ റിയൽ സെഗ്മെൻറ്റിൽ വരുന്ന ജനറേറ്റീവ് എ ഐയുടെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നതാണ്. പല സെക്ടേഴ്സിൽ നമുക്ക് ജനറേറ്റീവ് എ ഐ യൂസ് ചെയ്യാം. ഒന്ന് ഹെൽത്ത് കെയറിലുണ്ട്, ലൊക്കേഷൻ സർവീസിലുണ്ട്, സെർച്ച് എൻജിൻ സർവീസസിലുണ്ട്, സെക്യൂരിറ്റി സർവീസസ് അറ്റ് എയർപോർട്ട് ഉണ്ട്, മോഷൻ പിക്ചർ ഇൻഡസ്ട്രിയിലുണ്ട്. സോ ഇതൊക്കെ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ജനറേറ്റീവ് എ ഐ ആണ്. ദെൻ മെയിനായിട്ട് നമുക്ക് ഇവരുടെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് യുവർ ഐഡൻറ്റിറ്റി. ദ അവതാസ് പ്രൊഡ്യൂസ് ബൈ ജനറേറ്റീവ് എ ഐ ഓഫർ സെക്യൂരിറ്റി ടു ദോസ് ഹു ഡോണ്ട് വിഷ് ടു റിവീൽ ദ ഐഡൻറ്റിറ്റി ഡ്യൂറിങ് ഇൻ്റർവ്യൂസ് സെഷൻസ് ഓഫ് വർക്ക്. സോ അത് വേറൊരു ഒരു ആപ്ലിക്കേഷനാണ്. ഹെൽത്ത് കെയറിൽ ദ ടെക്നോളജി ഹാസ് സിമ്പിൾ ആൻഡ് ഈസി ഡിറ്റക്ഷൻ ഓഫ് പ്രോബബിൾ malaise and develop efficient treatment against it. For instance, generative adversarial networks can calculate several angles of an X-ray picture to show the possibility of tumor expansion. അപ്പോൾ ദാറ്റ് ഈസ് അനദർ ഏരിയ ഹെൽത്ത് കെയറിൽ അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ റോബോട്ടിക്സ്, ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്ട്രെങ്തൻ മെഷീൻ ലേണിംഗ് മോഡൽസ് ആൻഡ് മേക്സ് ദം ലെസ് പാർഷ്യൽ ആൻഡ് റിയലൈസസ് മോർ അബ്സ്ട്രാക്ട് കൺസെപ്റ്റ്സ് ബൈ ഇനീഷ്യേറ്റിംഗ് ദ റിയൽ വേൾഡ്. അപ്പോൾ ജനറേറ്റീവ് എ ഐയുടെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ഒരു റാൻഡം നോയ്സ് ജനറേറ്റർ മോഡലിലേക്ക് കൊടുത്ത് ഒരു ഫേക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യും. ട്രെയിനിങ് സെറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ഓഫ് ഇമേജസ് എടുക്കും. അപ്പോൾ ഈ ഡിസ്ക്രിമിനേറ്റർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഈ ഡിസ്ക്രിമിനേറ്റർ നെറ്റ്വർക്കിൻ്റെ പണി നമ്മൾ കൊടുത്ത ഇമേജ് ഫേക്ക് ആണോ ട്രെയിൻ ഇമേജ് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇത് ഈ ഫേക്ക് ഇമേജിനെ റിയൽ ഇമേജിന് സിമിലർ ആയിട്ടുള്ള ഇമേജസ് ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മളിവിടെ. അപ്പോൾ നമ്മൾ റാൻഡം നോയ്സ് കൊടുത്തിട്ട് ജനറേറ്റർ കറക്റ്റ് ഇമേജസ് ജനറേറ്റ് ചെയ്ത് എടുക്കുന്നവരെ ഈ ഫേക്ക് ഇമേജും റിയൽ ഇമേജും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ കുറച്ച് കൊണ്ടുവരണം, ഡിസ്ക്രിമിനേഷൻ കുറച്ച് കൊണ്ടുവരികയും ജനറേഷൻ മെച്ചപ്പെട്ടതാക്കുകയും വരുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്നത് കറക്റ്റ് ഇമേജസ് ആയിട്ട് വരും. അതാണ് ജനറേറ്റീവ് എ ഐയുടെ ബേസിക് കൺസെപ്റ്റ്. പിന്നെ നമ്മൾ കീ കമ്പോണൻസ് എ ഐ എടുക്കുകയാണെങ്കിൽ ഡീപ്പ് ലേണിംഗ് ഉണ്ട്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, കമ്പ്യൂട്ടർ വിഷൻ, കോഗ്നിറ്റീവ് കമ്പ്യൂട്ടിംഗ്, മെഷീൻ ലേണിംഗ്, ഇതൊക്കെ എ ഐയുടെ കീ കമ്പോണൻസ് ആണ്. ഇൻ പർട്ടിക്കുലർ ഞാൻ കമ്പ്യൂട്ടർ വിഷനിലാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. സോ കമ്പ്യൂട്ടർ വിഷനിൽ തന്നെ എന്തൊക്കെയാണ് കോമൺ ഇമേജ് പ്രോസസ്സിംഗ് ടാസ്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ വരാം, സെഗ്മെൻറ്റേഷൻ ഉണ്ട്, ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ ഉണ്ട്, എൻഹാൻസ്മെൻ്റ് ഉണ്ട്, റീകൺസ്ട്രക്ഷൻ ഉണ്ട്, ജനറേഷൻ ഉണ്ട്. സോ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡോഗ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡോഗാണെന്ന് കറക്റ്റ് ഡിറ്റക്റ്റ് ചെയ്യണം. ഇതാണ് സിംഗിൾ ലേബൽ ക്ലാസിഫിക്കേഷൻ. മൾട്ടി ലേബൽ ക്ലാസിഫിക്കേഷൻ വരുമ്പം ഇതിനകത്ത് തന്നെ പല ഒബ്ജക്ട്സ് ഉണ്ട്. ക്യാറ്റ് ഉണ്ട്, ഡോഗ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്. സോ വി ഹാവ് ടു ഐഡൻറ്റിഫൈ വിച്ച് വൺ ഈസ് കറക്റ്റ്. അതാണ് മൾട്ടി ലേബൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. സെഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പം കൺവേർട്ടിങ് ഇമേജ് ടു ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സബ് പ്രോബ്ലം ഓഫ് ക്ലാസിഫിക്കേഷൻ തന്നെയാണിത്. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാർ എടുക്കുകയെന്ന് വെച്ചോ, അത് നമ്മൾ ഈ കാർ മൂവ് ചെയ്യുന്നത് അത് ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒബ്ജക്ട്സ് നമ്മൾ സെഗ്മെൻറ്റ് ചെയ്തെടുക്കണം ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഒരു കാറുണ്ട്, ഇവിടെ പീപ്പിൾ ഉണ്ട്, ഇവിടെ പെഡസ്ട്രിയൻസ് ക്രോസ് ചെയ്യുന്നുണ്ട്, അത്രയും ഇൻഫർമേഷൻ മോഡൽ ഷുഡ് ബി ഏബിൾ ടു റിട്രീവ് ദോസ് ഇൻഫർമേഷൻ. സോ മോഡൽ ഹാസ് ടു സെഗ്മെൻറ്റ് ഔട്ട് ദി സീൻസ്. അപ്പോൾ ഫോർഗ്രൗണ്ടായിട്ടും ബാക്ക്ഗ്രൗണ്ടായിട്ടും അതിനെ ക്ലാസിഫൈ ചെയ്യണം. അത് ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ക്ലാസിഫിക്കേഷൻ എന്നും പറയാം, സെഗ്മെൻറ്റേഷൻ എന്നും പറയാം. സോ അനദർ എക്സാമ്പിൾ ഓഫ് ഇൻസ്റ്റൻറ്റ് സെഗ്മെൻറ്റേഷൻ, ഇത് ഞാൻ വർക്ക് ചെയ്ത ഒരു റിയൽ സെറ്റ് ഓഫ് സെൽ ഇമേജസ് ആണ്. അപ്പോൾ ഈ സെൽസ് എല്ലാം ഓരോ സെല്ലിനും ഡിസ്റ്റിൻറ്റ് കളേഴ്സും കിട്ടണം, ഓരോ സെല്ലും ഓരോ ഇൻസ്റ്റൻസ് ആയിട്ട് അത് തിരിച്ചറിയുകയും വേണം. ഇതാണ് ന്യൂറൽ നെറ്റ്വർക്കിനെ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത്. സോ ബേസിക്കലി ദാറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റ് സെഗ്മെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ മൈറ്റോസിസിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോജക്റ്റിൽ ശ്രമിച്ചത്. സോ ബേസിക്കലി ഓരോ ഇൻസ്റ്റൻസും കളർ സെൽ ഇൻസ്റ്റൻസസ് ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് എടുക്കുകയാണ് ഈ ഒരു algorithm ചെയ്തത്. So you can see the segmentation results here and then the final segmentation here. So another example here is object detection. Other another aspect where you can detect different objects. അപ്പോൾ ഇവിടെ ചെയർ ഉണ്ട്, ബോട്ടിൽ ഉണ്ട്, വെയ്സ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, ഡൈനിങ് ടേബിൾ ഉണ്ട്, ഹാൻഡ് ബാഗ് ഉണ്ട്, ചെയർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ ഒബ്ജക്റ്റായിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് വരണം. അതിനെയാണ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷനായിട്ട് നമ്മൾ വിളിക്കുന്നത്. സോ ബൗണ്ടിങ് ബോക്സസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, ഓപ്പൺ സി വിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഓരോ ഒബ്ജക്റ്റും ഇതാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത്
കണ്ടുപിടിക്കുക അല്ലെങ്കിൽ സീൻ ക്ലാസിഫിക്കേഷൻ ചെയ്യുക. ഇതാണ് മെയിനായിട്ട് ഈ ഒബ്ജക്റ്റ് ഡിറ്റക്ഷനിൽ വരുന്നത്. ദെൻ ഇമേജ് എൻഹാൻസ്മെൻറ്റ് മെഡിക്കൽ ഇമേജിംഗ് സെക്ടറിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഇമേജ് ഉണ്ടെന്ന് വെച്ചോ, ഈ ഇമേജിൻ്റെ ക്വാളിറ്റി യു ക്യാൻ സീ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ലോ. അപ്പോൾ ഇത് എക്സ്റേ ഇമേജ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഡോക്ടേഴ്സിന് വ്യൂ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റിയെങ്കിൽ it would be an advantage for the doctors. So that's what computer vision scientists do through image enhancement. അപ്പോൾ ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിനെ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ അല്ലെങ്കിൽ ഇതിനെ എൻഹാൻസ് ചെയ്ത് വേറൊരു സെറ്റ് ഓഫ് ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്യും. അതാണ് ഈ ഇമേജ് എൻഹാൻസ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ നോയ്സ് സപ്രഷനൊക്കെ ഇതിൽ വരുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതൊരു നോയ്സി ഇമേജ് ആണെങ്കിൽ എങ്ങനെ ആ നോയ്സ് കുറച്ചിട്ട് കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള ഇമേജ് നമുക്ക് കിട്ടാം, അത് ഇമേജ് എൻഹാൻസ്മെൻറ്റിൽ വരുന്നതാണ്. ദെൻ അനദർ എക്സാമ്പിൾ ഇസ് ഇമേജ് റീകൺസ്ട്രക്ഷൻ. ഇമേജ് റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഒരു നോയ്സി ഇമേജ് വിത്ത് ലോട്ട് ഓഫ് സ്ട്രക്ചർ ഇൻ ഇറ്റ്. സോ വി വാണ്ട് ടു റീകൺസ്ട്രക്ട് ദി ഇമേജ് ആൻഡ് ഗെറ്റ് ഔട്ട് ദി റിയൽ. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ബോൺ സ്ട്രക്ചർ, ഒരു ബോണിൻ്റെ എക്സ്റേ ഇമേജ് പോലത്തെ ഇമേജാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇതിലെ നോയ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ഒരു ഇമേജിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. സോ ബേസിക്കലി ദിസ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ഇമേജ് റീകൺസ്ട്രക്ഷൻ. സോ that's all about the basics of AI. So next lecture I will cover a little bit more about what I do in research, heat map generation and classification, etc. Thank you for listening.